അല്ലേ? എന്താ? പനങ്കയം പാലം അല്ലേ? എൻ്റെ വീട് മോടപ്പൊയ്ക മക്കളെ. നിങ്ങളെന്ന് കിട്ടണതിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാ. ആണോ? ഹരിത കർമ്മസേന അന്ന് തൊട്ട് ഇന്ന് വരെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. ഇപ്പോൾ അരി കൊണ്ടുവരാൻ പോയതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കാൻ വന്ന ഞങ്ങള്. സ്കൂളിൽ വെച്ച് ഞങ്ങള് അവര് തിരയുന്നത് മാറ്റുന്നതിനനുസരിച്ച് സൈറ്റ് മാറിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ 3 ദിവസം മുണ്ടേരി, പിന്നെ 2 ദിവസം മുറന്തൂർ. ഇവിടെ എന്താ പറയാ, ഇപ്പൊ ഇന്ന് 2 ദിവസം ഇവിടെ വെച്ചു. ഇങ്ങനെ തോനെ ആളുള്ളതിനനുസരിച്ച് 2 സൈറ്റൊക്കെ ആക്കിയിട്ട് വെക്കും. ഹരിത അറിയോ? ഷീജ, ഞങ്ങൾ ആനക്കല്ല് പള്ളിന്റെ അടുത്താ ഷീജ അല്ലേ? ആ, നമ്മളിങ്ങനെ ഇവിടെ തിരയുന്നവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുക അല്ലേ? വരാട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എൻ്റെ പേര് മറിയക്കുട്ടി. ചേട്ടൻ അന്ന് പ്രളയം ഉണ്ടായ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ മുണ്ടേരി ഫാമിൽ എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മള് പിന്നെ ഈ അവിടെ ഉരുള് പൊട്ടിന്ന് അറിഞ്ഞതാണോ അറിയിച്ചിട്ടാണോ നമ്മളിവിടെ വന്നേ? നമ്മൾ അവിടെ ഉരുള് പൊട്ടിന്ന് അവിടുന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത്, വില്ലേജ്, പോലീസിനൊക്കെ കിട്ടിയതുകൊണ്ട് ഇവിടുന്ന് മാറാൻ വേണ്ടി, വീടുകളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നത്. അല്ലാതെ ഇതിങ്ങനെ ബോഡി വന്നു എന്ന് പറഞ്ഞ് തിരയാൻ പോയതല്ല. അപ്പൊ അങ്ങനെ അറിയിപ്പ് പുഴയുടെ വക്ക് കൂടെ ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് ആ കുട്ടിയുടെയാണ് ഫസ്റ്റ് കിട്ടുന്നത്. ആ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ പോന്നിട്ടുണ്ടാവും എന്നുള്ളതിൽ അന്ന് അപ്പൊ തന്നെ തിരയാൻ തുടങ്ങിയിട്ട് രാവിലെ ഒരു 6 മണിയായപ്പോ തന്നെ എല്ലാ നാട്ടുകാരും ഇറങ്ങി തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് 1 മണിക്കല്ലേ ഇത് സംഭവം അവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ രാവിലെ ഞങ്ങൾ 6 മണിക്ക് കൊത്തല് പഞ്ചായത്തിൽ തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണല്ലേ? അവരോട് മാറാൻ പറയുന്നത് നമുക്ക് ഇതുണ്ട്, അറിയിപ്പ് കൊടുക്കാം. അതിന്റെ മുമ്പേ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഏരിയ ആണല്ലോ പോത്തല് പഞ്ചായത്ത്. പിന്നെ പൊട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വെള്ളം എത്തുന്നതിന് മുമ്പ് മാറാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി വന്നപ്പോത്തിന് സംഭവം ഇതിങ്ങനെ ബോഡികൾ അടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 സൈഡിലെ ഒരു കുട്ടിയുടെയാണ് ഫസ്റ്റ്, ഒരു 3 വയസ്സായ കുട്ടിയുടെയാണ് ഞങ്ങൾ കാണുന്നത് മുക്കത്ത് ഇവിടെ വെച്ചിട്ട്. ആ കുട്ടിയുടെ കിട്ടി ഇവിടെ നിന്നാണ് കണ്ടത്. കുറച്ചുകൂടെ മേളില് അവിടെ അപ്പൊ വെള്ളല്ലേ ഫുള്ള്? വെള്ളാണ്. എന്നാലും ഉള്ള സൈഡിൽ കൂടെ തെരഞ്ഞ് ഞങ്ങള് അവര് തെരഞ്ഞെടുക്കല് പിന്നെ നമുക്ക് ഇതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ട് ഒരു 50 കിലോ 45 കിലോ ഒക്കെ അരി ഇട്ടിട്ട് എന്നും ഉണ്ടാക്കുന്നുണ്ട്. അത്രയും അരിന്റെ ഭക്ഷണം ഉണ്ടാക്കാം. 2-3 സൈറ്റിലായിട്ട്, ഒരു സൈറ്റിൽ അത്ര ഉണ്ടാക്കുന്നുണ്ട്, 2 സൈറ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് പ്രത്യേക പിന്നെ പരിശീലനം ഉള്ളവരോ അതോ നമ്മുടെ സാധാരണക്കാരാണോ? സാധാരണക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പരിശീലനം ഉള്ളവരും ഉണ്ട്. ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. മലയാളികൾ ഏകദേശം ഒക്കെ തന്നെ വരുന്നുണ്ട്. പരിശീലനം കിട്ടി എല്ലാവരും, പോലീസുകാരും മറ്റവരും. ഇന്നലെയും കിട്ടി. ഇന്നലെ കിട്ടി. ഇന്നിപ്പത്തെ അറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെയാണ് വയനാട്ടിൽ ഉരുള് പൊട്ടിയിട്ട് വന്ന് ചേർന്നത്. നമ്മുടെ മക്കളും കുടുംബങ്ങളും തലമുറകളെല്ലാം ഒഴുകിപ്പോയ ഒരു ചാലിയാർ എന്ന് പറഞ്ഞ ഈ പുഴ. ഇത് ചാലിയാറിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് JCBക്കൊക്കെ വന്ന് വഴികളൊക്കെ വലുതാക്കിയതാണ്. ഇതാണ് ചാലിയാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ചാലിയാർ എന്ന് പറഞ്ഞാൽ വലിയ പുഴയാണല്ലോ. ഇവിടെയൊക്കെ വെള്ളം വന്നിട്ടേ
നമ്മുടെ ബോഡികളെല്ലാം വന്ന് അടിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇത് അവർ പരിശോധിച്ചതാണ്. ഇത് കണ്ടോ, മണ്ണെല്ലാം വാരിയിട്ട് JCBക്ക് പരിശോധിച്ച സ്ഥലങ്ങളാണിത്. ദൈവമേ, മരങ്ങളും മണ്ണും മരങ്ങളും എല്ലാം കൂട്ടിയിട്ടേക്കണത് കണ്ടോ. ഒന്നുമല്ല, ഇതൊരു ഭാഗമാണ്, ചാലിയാറിൻ്റെ ഒരു ഭാഗം. ഒരു ഭാഗത്തു നിന്നാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. ഇവിടെയൊക്കെ തെരഞ്ഞതാണ്. ഇവിടെ നിന്നാണ് നമ്മളുടെ മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കിട്ടിയ സ്ഥലങ്ങൾ. സത്യം പറഞ്ഞാൽ ഇവിടെ ചവിട്ടാൻ തന്നെ ഭയങ്കര വിഷമം വരുന്നുണ്ട് കേട്ടോ. വളരെ വേദനയോടെ ഞാനിതിൽ നടക്കുന്നത്. ഇവിടെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. മനുഷ്യർ മാത്രമല്ലല്ലോ, മൃഗങ്ങളും എല്ലാം വന്ന് ചേർന്നിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ദൈവമേ.